കൃപയാൽ ഇപ്രകാരം ഈ സായാഹ്ന വേളയിലും അദൃശ്യനായ ദൈവത്തിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ സഞ്ചയത്തിന്റെ നടുവിലും വിശുദ്ധന്മാരുടെ സഭയുടെ മധ്യയിലും നിന്നുകൊണ്ട് എന്നെ രക്ഷിച്ചവനാകുന്ന എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി കാണിക്കുവാൻ ഈ വേളയിലും ദൈവം എനിക്കൊരവസരം നൽകിയതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തീരെ ചെറിയ പ്രായം തുടങ്ങി തന്നെ എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ കരമുണ്ടായിരുന്നു. ഞാനോ അതറിയാത്തവളായി ജീവിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്നെങ്കിൽ ആ നാളുകളിൽ എന്നിൽ പ്രവർത്തിച്ചതായ ദൈവത്തിന്റെ കരത്തെ സ്പഷ്ടമായി കാണുവാൻ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ നാളുകളിൽ തന്നെ ഞാൻ ഭയങ്കരമായ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഉണരുന്നവർ പലപ്പോഴും ഞാൻ അങ്ങനെ ഉണരുമായിരുന്നു. അത് എന്തെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. നിരപരാധികളായ ജനങ്ങൾ, നിരപരാധികളെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയോ ജനങ്ങളെ നിരനിരയായി നിർത്തി വെടിവെച്ച് കൊല്ലുന്നതായിട്ടും ചിത്രവധം ചെയ്യുന്നതായിട്ടും പല കഠിനമായ പീഡനങ്ങളിൽ കൂടെ കടത്തിവിടുന്നതായിട്ടും എല്ലാം ഞാൻ കാണുമായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ ഞാൻ തിരുവെഴുത്തുകളുടെ ആഴങ്ങളെ കണ്ടെത്തിയതിനു ശേഷമായിരുന്നു ഇതെല്ലാം നേരിടുവാൻ പോകുന്ന പീഠാകാലങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നവയെന്ന് അറിവാൻ തക്കവണ്ണം പിന്നാളുകളിൽ ദൈവം സഹായിച്ചു. എന്റെ ബാല്യനാളുകളിലെ എന്റെ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. 3 പ്രാവശ്യം എന്റെ പ്രാണനും ഭൂമിയിൽ നിന്നും വേർപെടേണ്ടതായിരുന്നു. ആ നാളുകളിലും കർത്താവിന്റെ ജീവനെ സൂക്ഷിച്ചു. എത്രയോ പലപ്പോഴും പല വിധങ്ങളിലും പല രീതികളിലും എന്റെ പ്രാണൻ വേർപെട്ട് പോകേണ്ടതായിരുന്നു. എനിക്ക് 9 വയസ്സ് പ്രായമുള്ള ഒരു നാളിൽ ഞാൻ ഇപ്രകാരം ഒരു സ്വപ്നത്തിൽ കൂടെ കണ്ടു. 3 പ്രാവശ്യം സാത്താൻ എന്റെ പ്രാണനെ കൊള്ളയിടുവാൻ ശ്രമിക്കുന്നതായി. അന്ന് എനിക്കതെന്തെന്ന് അറിയുകയില്ലായിരുന്നെങ്കിലും ഞാൻ ആ പിശാചിന്റെ രൂപത്തെ കണ്ട് ഭയന്ന് അലറി എഴുന്നേറ്റു. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്നെങ്കിലും സംഭവിച്ചതെല്ലാം എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന്റെ നിർണയപ്രകാരം മാത്രമായിരുന്നു. യേശുവിന് എന്നെ വേണമായിരുന്നു. എന്റെ കർത്താവിന്റെ കണ്ണുകൾ എന്റെ മേൽ ജനിച്ച സമയം തുടങ്ങിയേ അമ്മയുടെ ഉദരം മുതലേ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നന്നായിട്ടറിയുന്നു. കടന്നു വന്ന പാതകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്റെ ദൈവം എനിക്ക് എത്രയോ നല്ലവനായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിനെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന യേശുവിന്റെ ശബ്ദം 2000 ആണ്ടുകൾക്ക് മുൻപേ ഗലീല കടപ്പുറത്ത് മുറങ്ങിയെങ്കിൽ ഒരു നാളിൽ ആ ശബ്ദം എന്നെയും എന്റെ കുടുംബത്തെയും തേടി വന്നു. അധ്വാനിച്ച് ഭാരം ചുമന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്റെ മാതാപിതാക്കൾ എന്റെ ഭവനത്തിൽ നിന്നും എന്റെ ഏക സഹോദരനെ കാണാതെയായി അവർ ദുഃഖത്തിന്റെ പടുകുഴിയിലായിരുന്നു. വാസ്തവത്തിൽ അവർ മരണസങ്കടത്തിൽ തന്നെയായിരുന്നു. ആ നാളിൽ യേശുവിന്റെ ശബ്ദം ഞങ്ങളെ തേടി വന്നു. അന്നുവരെ 4 മാസക്കാലം ആ കുഞ്ഞു ഭവനത്തിൽ ഇല്ലാതിരിക്കവേ വളരെയേറെ കഷ്ടങ്ങളിൽ കൂടെ കണ്ണുനീരുകളിൽ കൂടെ എന്റെ മാതാപിതാക്കൾ അവന് വേണ്ടി അന്വേഷിച്ചു. അവർ മന്ത്രവാദം, വിളക്ക് നോക്കുന്നത്, അഞ്ജനം നോക്കുന്നത്, എന്തെല്ലാം ചെയ്യാമോ വീടിനകത്ത് ഹോമം നടത്തി, എന്തെല്ലാം ചെയ്യാമോ എല്ലാം ചെയ്തു. ഒരിടത്തും ഒരു ഫലവും ഉണ്ടായില്ല. ആ സമയമെല്ലാം എന്റെ കർത്താവ് ഞങ്ങളെ നോക്കി മൗനമായിരുന്നു. കാരണം സമയം വരും, ആ സമയത്തിൽ യേശു എഴുന്നേൽക്കും. അതുവരെ യേശുവിലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും മടങ്ങി വരുന്ന നിമിഷം വരെ കർത്താവ് മൗനമായി കാത്തിരുന്നു. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ, എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ട് കഴിഞ്ഞ വേളയിൽ ഒരു നാളിൽ യേശു ഞങ്ങളെ തേടി വന്നു. ഒരു സഹോദരനിൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് ദൈവം ഞങ്ങളെ വഴി നടത്തി. വിശുദ്ധന്മാരുടെ നിലവിളിയോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ നിമിത്തമായി 4 മാസക്കാലങ്ങൾക്കപ്പുറമായി ഞങ്ങൾക്ക് ആ കുട്ടിയെ മടക്കി കിട്ടി. അതിനുശേഷമായി ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. എന്നാൽ എന്റെ ദൈവം വ്യക്തിപരമായി എന്നോട് ഇടപെടേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ അതറിയാത്തവളായിരുന്നു. ഞാൻ ഫെയ്ത്ത് ഹോമിൽ പോയ ഒരു ദിവസം അവിടെ ഇരുന്ന അപ്പച്ചൻ എന്റെ കയ്യിൽ ഒരു പുതിയ നിയമം തന്നു. അതിനു മുൻപേ ഞാൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവളാകയാൽ ഞാൻ വേദപുസ്തകം പൊതുവെ സാധാരണഗതിയിൽ കത്തോലിക്കർ അങ്ങനെ വേദപുസ്തകം വായിക്കാറില്ല. പക്ഷെ ഞാൻ അതിനു മുൻപ് തന്നെ വേദപുസ്തകത്തെ മുഴുവനും വായിച്ചിരുന്നു, വെറുതെ ചരിത്രം, കഥ അറിവാൻ വേണ്ടി മാത്രം. എന്നാൽ ഫെയ്ത്ത് ഹോമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്ന അപ്പച്ചൻ എന്റെ കയ്യിൽ ഒരു പുതിയ നിയമം തന്നു, ഒരു ഇംഗ്ലീഷ് പുതിയ നിയമം. നീ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഇതും കൊണ്ടുപോകണം, അവിടെ ഇരുന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്റ്റൽ മുറിയിൽ എന്റെ വേദപുസ്തകത്തോടുകൂടെ മടങ്ങി ചെന്നു. അന്നയോളം ഞാൻ അറിയാത്തൊരു ദൈവ സാന്നിധ്യത്തെ കണ്ടെത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. യേശു എന്ന് എനിക്ക് അറിയാമായിരുന്നു, സ്വർഗം നരകമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ വാസ്തവമായിട്ടും അക്ഷരീകമായി തന്നെ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആ ഹോസ്റ്റൽ മുറിക്കകത്ത് അനുഭവിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം എന്നെ സഹായിച്ചു. ഒരു വെളിമയമായ ദേശത്തെ എന്റെ കണ്ണുകൾ കണ്ടെത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ മടങ്ങുന്ന വഴികളിൽ, ഞാൻ നടക്കുന്ന പാതകളിലെല്ലാം കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അന്നയോളം ആചരിച്ചു പോന്നതായിട്ടുള്ള യാതൊരു ആചാരക്രമങ്ങളും, എത്രയോ അനുഷ്ഠാനങ്ങൾ, എത്രയോ നോമ്പുകൾ ഒന്നും തന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നുള്ള വ്യക്തമായ ബോധം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. ഞാൻ വേദപുസ്തകത്തെ വായിക്കും തോറും തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ എന്നെ നടത്തി. ഒരു വിശ്വാസിയായി ജീവിച്ചത് 3 വർഷക്കാലവും 6 മാസവുമായിരുന്നു. അതിനിടയിൽ തിരുവെഴുത്തിന്റെ ആഴങ്ങളെ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ഹോസ്റ്റൽ മുറിക്കകത്തിരുന്ന് വേദപുസ്തകത്തെ വായിക്കുമ്പോൾ ഞാൻ അറിയാത്ത വേദഭാഗങ്ങളിലേക്ക് ദൈവാത്മാവ് എന്നെ വഴി നടത്തുമായിരുന്നു. വിലയേറിയ വാഗ്ദാനങ്ങൾ കർത്താവ് എനിക്ക് നൽകി, ദർശനങ്ങളെ എന്റെ കർത്താവ് എനിക്ക് തന്നു.
ഞാൻ ഭൂമിയിൽ ആ നാളുകളിൽ ജീവിച്ചെങ്കിൽ പോലും വാസ്തവമായ ഒരു സ്വർഗീയമായ ജീവിതത്തെ അനുഭവിപ്പാൻ, എന്റെ കൂട്ടുകാർക്കിടയിൽ ഒരു അത്ഭുത സൃഷ്ടിയായി ജീവിപ്പാൻ അന്നാൾക്കളിൽ കർത്താവ് സഹായിച്ചു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വേദപുസ്തകത്തെ വായിക്കുവാൻ, പുറമേ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇവൾ ആരാധിക്കുന്ന ആ ദൈവം സത്യമാണെന്നൊരു ബോധ്യം എല്ലാ ഉള്ളങ്ങളിലും ഉണ്ടാകത്തക്കവണ്ണം കർത്താവിനെ സഹായിച്ചു. എന്റെ കർത്താവിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഞാനും ദൈവവും മാത്രമായ ഇടപെടലുകളായിരുന്നു. കർത്താവിന് എന്നെ വേണമായിരുന്നു. എനിക്ക് യേശുവിനെ ഏറെ ഇഷ്ടമാണെങ്കിലും എൻ്റെ മാതാപിതാക്കളെ ഭവനത്തെ വിട്ടു പേറി വരുവാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ യേശുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവളായിരുന്നു. ഇന്ന് നാം പാടിയ തമിഴ് പാട്ടിൽ ഭൂമി അഖിലവും സാക്ഷിയാക വെപ്പങ്ങൾ എന്ന കട്ടളയാൽ ഞാൻ ഹോസ്റ്റൽ മുറിയിൽ എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെല്ലാവരും 7:30 മണിക്ക് വാർത്ത കാണാനോ TV-ക്കെല്ലാം കാണുവാൻ പോകും. ഞാൻ ആ സമയത്തിൽ മുറി അടച്ച് മുഴങ്കാലിന് മേൽ വീണ് ഉറക്ക കരയുമായിരുന്നു. എൻ്റെ വായിൽ ഈ പാട്ടും നിൻ തിരുക്കരത്തിൽ എൻ കാലഗതികൾ എന്നും അറിഞ്ഞിരിക്കുക, ഈ 2 പാട്ടുകളും 2 ഖണ്ഡികകൾ മാത്രം ഞാൻ പാടി ഉറക്ക കരയുമായിരുന്നു. എന്തിനു കരയുന്നു എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, ഞാൻ കരയുമായിരുന്നു. ഒരു നാളിൽ കർത്താവിനെ സ്പഷ്ടമായി സംസാരിച്ചു. 91-ാം വർഷം ഫെബ്രുവരി മാസം 18-ാം തീയതി വ്യക്തമായിട്ട് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന അതിരാവിലെ 4 മണി സ്തോത്ര പ്രാർത്ഥനയുടെ സമയത്തിൽ ആ നാളോളം എന്റെ ദൈവം എന്നോട് എന്തെല്ലാം സംസാരിച്ചിരുന്നു അതെല്ലാം കർത്താവ് എനിക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്നു. ജലസ്നാനം സ്വീകരിച്ച സമയത്തിലും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ചെയ്ത നിയമത്തെയുമെല്ലാം കർത്താവിനെ ഓർപ്പിച്ചു. പല ഘട്ടങ്ങളിലായി ദൈവത്തിന് ഞാൻ എന്തെല്ലാം വാക്കുകളെ കൊടുത്തിരുന്നു ദൈവമെല്ലാം എന്നോട് സംസാരിച്ചു. അതിനെ എല്ലാവற்றைയും സമ്മതിക്കുവാൻ എൻ്റെ ജീവിതത്തെ ആ വെളുപ്പാങ്കാലത്തിന്റെ 4 മണി സമയത്തിൽ സമ്പൂർണമായും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പണം ചെയ്യുവാൻ യേശുവിനെ സഹായിച്ചു. പിന്നീട് അടുത്ത മാസം മാർച്ച് മാസം 18-ാം തീയതി ആയപ്പോഴേക്കും ദൈവത്തിന്റെ കൃപയാലെ തടസ്സങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും കരുണയുള്ളവനാകുന്ന കർത്താവ് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുവാൻ എന്നെ സഹായിച്ചു. കർത്താവിന്റെ പിന്നാലെ എല്ലാവற்றைയും വിട്ടു വരിക എന്ന് വിളിച്ചവനായ യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് വിളിച്ച ആ യേശു ഇന്നും എനിക്ക് വിശ്വസ്തൻ തന്നെയാകുന്നു. അന്ന് എനിക്ക് ലഭിച്ച അതേ സ്നേഹം വാസ്തവമായിട്ടും ഈ നാളിൽ ഞാൻ യേശുവിൽ നിന്നും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മനുഷ്യരെല്ലാം മാറിപ്പോയാലും, കാലങ്ങൾ സ്ഥലങ്ങൾ മാറിപ്പോയാലും യേശു എല്ലായിടത്തിലും അനന്യം തന്നെയെന്നും അവന്റെ സ്നേഹം ഒരു നൊടി പൊഴുതിലും മാറാത്ത സ്നേഹമൊന്നും അനുഭവിപ്പാൻ തക്കവണ്ണം ഈ നാളിലും കർത്താവിനോട് കാണിക്കുന്ന വലിയ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശ്വാസ ഭവനത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിന്റെ ഗതി തികച്ചും വ്യത്യസ്തമായിരുന്നു. ആലയത്തിനകത്തുള്ളതായ ജീവിതം എനിക്ക് ഏറെ സന്തോഷകരമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ വേദപുസ്തകവും പരിശുദ്ധാത്മ നിറവുമായിരുന്നു. അതിന് കർത്താവ് എന്റെ ഹൃദയത്തിന്റെ വാഞ്ചിയെ കണ്ടവനായ ദൈവം അടയാറിൽ 10 വർഷക്കാലം ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ ഹൃദയത്തിൽ എനിക്ക് തൃപ്തിയാകുവോളം തിരുവെഴുത്തിന്റെ ആഴങ്ങളെ വിശുദ്ധന്മാരുടെ കാൽക്കലിരുന്ന് പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. വാസ്തവമായിട്ടും എനിക്ക് എന്റെ ഹൃദയത്തിന് തൃപ്തിയായെന്ന് പറയാനില്ല, എങ്കിലും എനിക്ക് എത്ര കുടിച്ചാലും മതിയാകാതോണം തിരുവെഴുത്തിന്റെ ആഴങ്ങൾ വിശുദ്ധന്മാരുടെ വായിൽ കൂടെ കണ്ടെത്തുവാൻ ദൈവം എനിക്ക് ആ നാൾക്കളിൽ ഭാഗ്യം തന്നു. അത് കഴിഞ്ഞ പല സ്ഥലങ്ങളിലായിരുന്നെങ്കിലും കർത്താവിന്റെ കൃപ എല്ലായിടങ്ങളിലും മാറാത്ത ദൈവമായി എന്നോട് കൂടെ ഇരുന്ന കരുണയ്ക്കായി സ്തുതിക്കുന്നു. ഒരപ്പനേക്കാളും ഒരു അമ്മയെക്കാളും എന്റെ ആവശ്യത്തെ നന്നായിട്ട് അറിഞ്ഞ യേശു അന്നും ഇന്നും എനിക്ക് അനന്യൻ തന്നെയായിരിക്കുന്നു. ആവശ്യങ്ങൾ ആരോടും പറയുന്നതിന് മുൻപേ കർത്താവ് അറിയും. സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ ഉറ്റ സുഹൃത്തും എനിക്ക് വഴികാട്ടിയും എന്റെ സങ്കേതവും എന്റെ കോട്ടയും എല്ലാം അന്നും ഇന്നും എനിക്ക് യേശു മാത്രമായിരിക്കുന്നു. ഒരു നാളിൽ തികച്ചും ബാലിശമായി ഞാൻ ചോദിച്ചു, കർത്താവ് ഇന്ന് എന്റെ പിറന്നാൾ, എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വേണമെന്ന്. തികച്ചും ബാലിശമായിരുന്നെങ്കിലും കർത്താവ് ആ കൊഞ്ചലിനെ പോലും അംഗീകരിച്ചു. എനിക്ക് രാത്രി 10 മണി വരെ സമ്മാനമൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആരും സമ്മാനമൊന്നും തന്നില്ലല്ലോ, മണി 10 ആയല്ലോ എന്ന്. രാത്രി 10 മണി ആയപ്പോൾ ഒന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ വിളിക്കുന്നു. ഞാൻ അമ്മച്ചിയെ കടുക്കൽ തന്നപ്പോൾ അമ്മച്ചി 2 പുതിയ സാരി കൈ തന്നിട്ട് പറഞ്ഞത് കൊണ്ടുപോയി സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. നിസ്സാരമായ ഒരു കാര്യമെങ്കിൽ പോലും എത്രയോ വിശ്വസ്തനായിരുന്നു എന്റെ യേശു. എനിക്ക് അന്നും ഇന്നും തന്നെ ഈ ആഴ്ചയിലും ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിൽ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴേക്കും മുട്ടയെല്ലാം കാലിയായി. ഞാൻ പറഞ്ഞു, മുട്ടയെല്ലാം തീർന്നു പോയി, നമുക്കിനി മുട്ട വാങ്ങണമെന്ന്. പിറ്റേന്നാള് ഏകദേശം ആ സമയമായപ്പോൾ തന്നെ ഒരു വ്യക്തി ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിലേക്ക് മുട്ട കൊണ്ടു തന്നു. 20-25 എന്റെ ഫ്രിഡ്ജ് നിറയത്തക്കവണ്ണമുള്ള മുട്ട ഞങ്ങൾക്ക് കിട്ടി. നിസ്സാര കാര്യങ്ങളിൽ പോലും ഒന്നും പറയുന്നതിന് മുൻപേ ഞങ്ങളുടെ ദൈവം നല്ലവനായിരിക്കുന്നു. ഇങ്ങനെ പറയുവാണെങ്കിൽ വാസ്തവമായിട്ടും യേശുവിനെ കണ്ടെത്തിയത് എത്രയോ ഭാഗ്യമെന്നേ പറയുവാനുള്ളൂ. രോഗബാധകൾ വരുന്ന വേളകളിൽ കർത്താവ് അടുക്കൽ വരുന്ന ഒരിക്കൽ മലേറിയ വന്ന് 31 ദിവസം ഞാൻ കഠിനമായി കഷ്ടപ്പെട്ട് ശരീരമെല്ലാം വിളറി വെളുത്തു. എനിക്ക് താങ്ങാൻ പറ്റാത്ത കഠിനമായ ജ്വരവും തലവേദനയും എല്ലാം ആയിരുന്നു. 31-ാമത്തെ ദിവസം യേശു അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകണമെങ്കിൽ. ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങനെയെങ്കിൽ ഞാനും ദഹിപ്പിക്കുന്ന അഗ്നി, നീ എനിക്ക് അഭിഷേകം തന്നല്ലോ, അഭിഷേകം അഗ്നിയാകുന്നല്ലോ എന്ന്. ആ നാളിൽ തന്ന അഭിഷേകത്തോടെ ആ ബാധ എന്നെ വിട്ട് മാറി. എത്രയോ രോഗബാധകളിൽ കർത്താവ് എനിക്ക് സൗഖ്യദാതാവായിരുന്നു. എന്റെ അമ്മ എന്നെ അത്ര സ്നേഹിക്കുമായിരുന്നില്ല, എന്നെ ജനിപ്പിച്ച എന്റെ പിതാവ് എനിക്ക് അത്രയും സ്നേഹം തരുമായിരുന്നില്ല. യേശു എനിക്ക് അത്രയേറെ സ്നേഹം തന്നു.
ഈ കഴിഞ്ഞ നാളുകളിലാണെങ്കിലും ഞാൻ തികച്ചും ഒരു പുതിയ പാതകളിൽ കൂടെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ നടന്നു പോയത്. കാരണം അത്രയും കാലം സെന്റർ വിശ്വാസി വീട്ടിൽ എന്റെ അപ്പച്ചന്മാരോട് അമ്മച്ചമാരോട് ചേർന്ന് എന്റെ കൊച്ചു കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടി നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേറൊരു പാതയിൽ പോകേണ്ടി വന്നു. അവിടെയും യേശു എന്റെ അടുക്കൽ വന്നു. ഒരു മനുഷ്യനെ പോലെ യേശുവിനോട് ഇടപെട്ടു. സങ്കടങ്ങളിൽ സന്തോഷങ്ങളിൽ എല്ലാം പങ്കുവയ്ക്കുവാൻ യേശുവിന്റെ അടുക്കലുണ്ടായിരുന്നു. ഒരു ആ കാലങ്ങളിൽ കർത്താവിനെ തട്ടി എഴുന്നേൽപ്പിച്ചിരുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ പറഞ്ഞ് എന്റെ ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എത്രയോ നല്ലവനായ ദൈവം. എന്റെ പ്രത്യാശ വർദ്ധിക്കുന്നതേ ഉള്ളൂ, എന്റെ സന്തോഷം പെരുകുന്നതേ ഉള്ളൂ. നിരാശയില്ല. ഒരു കാരണവശാലും പിന്നിട്ട് നോക്കണമെന്നുള്ള ഒരു ചിന്തയ്ക്കിടമേ ഇല്ല. എന്നെ കേൾക്കുന്ന എല്ലാ യൗവനക്കാരോടും ഞാൻ അത് തന്നെ പറയട്ടെ. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന ആ നാളുകൾ രക്ഷിക്കപ്പെട്ട ആ സമയത്തിൽ പരീക്ഷാ ഹാളിൽ ചെന്നപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതിരുന്നെങ്കിൽ എന്റെ ചെവിയിൽ ഞാൻ മനുഷ്യ ശബ്ദം കേട്ട് ഞാൻ ഉത്തരം എഴുതാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആകയാൽ ഈ യേശുവിനെ പിടിക്കുന്നെങ്കിൽ പരീക്ഷകളിലും നല്ല ജയം നേടാം, ഉദ്യോഗരംഗങ്ങളിലും പ്രകാശിക്കാം, നിത്യതയിലും യേശുവിനോടുകൂടെ എന്നേക്കുമായി സീയോനായി ജീവിച്ച് വാഴുവാൻ സാധിക്കും. ഈ ലോകത്തിലെ മായാമോഹനമായ കാഴ്ചകളെ കണ്ട് പിന്നാലെ പോയാൽ അതെല്ലാം ഒരു നിമിഷം വരും വിട്ടോടിപ്പോ നാം തനിയെ നിൽക്കേണ്ടി വരും. ആരും ഉണ്ടാകയില്ല. യേശുവിനെ പിടിച്ചാൽ എന്നേക്കും യേശു കൂടെ ഉണ്ടായിരിക്കും. ആ പ്രത്യാശയോടുകൂടെ ഞാനും ഓടിക്കൊണ്ടിരിക്കുന്നു. Mm-hmm.